ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോവിഡിന് മുമ്പ് തന്നെ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർനെറ്റ് അധിഷ്ഠിത സർവീസാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ കോവിഡ് വന്നതോടുകൂടി ഇമെയിലിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ഇതിൽ ജിമെയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ, ഏതാണ്ട് 61% ആൾക്കാർ ഉപയോഗിക്കുന്നത് ജിമെയിൽ അധിഷ്ഠിതമായ ഇമെയിൽ ഐ ഡിയാണ്. ലോക തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് 44% മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത് ജിമെയിലിലെ ഏതാനും വളരെ ഉപയോഗപ്രദമായ ഫീച്ചറുകളാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ജിമെയിലിന്റെ ഉപയോഗപ്രദമായ ഫീച്ചറുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ജിമെയിൽ ഗൂഗിൾ വർക്ക് സ്പേസിലേക്ക് മാറിയതോടുകൂടി ജിമെയിൽ, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ഡ്രൈവ് എന്നിവയുടെ ലോഗോയിൽ വന്ന ഒരു കളർ വ്യത്യാസം. ആ കളർ വ്യത്യാസം രൂപത്തിൽ മാത്രമല്ല, അതിന്റെ സ്വഭാവത്തിൽ, അതായത് വളരെയധികം ഫീച്ചറുകൾ കൂടി അവർ ഈ ഓരോ സർവീസിന്റെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ജിമെയിലിന്റെ ഫീച്ചറുകളാണ്. എങ്ങനെ നമുക്ക് അയച്ച ഇമെയിലുകൾ തിരിച്ചെടുക്കാം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമെയിൽ ഇൻബോക്സ് എങ്ങനെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്യാം, അതുപോലെ നമ്മൾക്ക് സിഗ്നേച്ചേഴ്സ്, വെക്കേഷൻ റെസ്പോണ്ടർ എന്നിവയെല്ലാം എങ്ങനെ ആഡ് ചെയ്യാം, ഫിൽറ്ററുകൾ എങ്ങനെ ചെയ്യാം, ലേബലുകൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ജിമെയിൽ വിൻഡോയുടെ വലതുവശത്ത് മുകളിലുള്ള സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സീ ഓൾ സെറ്റിംഗ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന പേജിൽ ജനറൽ സെക്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനകത്ത് അൺഡു സെൻഡ് എന്ന ബോക്സിന് നേരെ 5 സെക്കൻഡ്സ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. അത് നമ്മൾ 30 സെക്കൻഡ്സ് ആക്കി മാറ്റുകയാണ്. ആ പേജിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് സേവ് ചേഞ്ചസ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അയച്ച ഒരു മെയിൽ 30 സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ അൺഡു ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കമ്പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാനൊന്ന് കാണിക്കാം. നേരത്തെ ഡീഫോൾട്ടായിട്ട് 5 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് മെയിൽ എന്ന് സെൻഡ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടെസ്റ്റിംഗ് ആൻഡ് സെൻഡ് എന്ന് കൊടുക്കുകയാണ്. അൺസെൻഡ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ സാധാരണ മെസ്സേജ് സെൻഡ് ആൻഡ് വ്യൂ മെസ്സേജ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. 5 സെക്കൻഡിന് കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അൺഡു ക്ലിക്ക് ചെയ്യുന്നു. സെൻഡിങ് അൺഡൺ എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ കമ്പോസ് വിൻഡോ വീണ്ടും ഓപ്പൺ ആക്കി തരുവാണ്. ഞാനിത് ക്ലോസ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമുക്ക് 30 സെക്കൻഡ് വരെ ഉള്ള ഒരു സമയം. ഇനി നമ്മൾ ഈ ഇൻബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്ത മെസ്സേജും റീഡ് ചെയ്യാത്ത മെസ്സേജും മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മൾ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള കാരണമാകും. ഇതിനായി വീണ്ടും സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ സെറ്റിങ്സിൽ 100 ഫസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 100 ഫസ്റ്റ് ആയി കഴിയുമ്പോൾ ഇൻബോക്സിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറുകയാണ്. ഏറ്റവും മുകളിൽ 100 എന്ന ലേബലിൽ നമ്മൾ ഇതുവരെ വായിക്കാത്ത മെയിലുകളും എവരിത്തിങ് എൽസ് എന്ന ലേബലിൻ്റെ താഴെ ബാക്കി നമ്മൾ വായിച്ച മെയിലുകളും വരികയാണ്. അപ്പോൾ അതൊരു കൊളാപ്സിബിൾ ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രയോജനകരമാണ്. നമുക്ക് ഒരു മെയിലും മിസ്സായി പോകാതെ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്രകാരം ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ്, സ്റ്റാർട്ട് ഫസ്റ്റ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ്, മെയിലുകളുടെ ഇൻബോക്സ് അറേഞ്ച്മെൻറ്റ് ആക്കുന്നതിനുള്ള സംവിധാനം പുതിയ ജിമെയിലിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും
നമ്മുടെ ഡീഫോൾട്ട് എന്ന പഴയ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യും. നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് മെയിൽ വായിക്കാനുള്ള ഒരു സംവിധാനമാണ് വെർട്ടിക്കൽ സ്പ്ലിറ്റ്. വെർട്ടിക്കൽ സ്പ്ലിറ്റ് നമുക്കതിൻ്റെ വിൻഡോ അറേഞ്ച്മെൻറ്റ് വലുപ്പം നമുക്ക് റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു മെയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ മെയിൽ നമ്മുടെ വലതുഭാഗത്ത് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. നമ്മൾ വെർട്ടിക്കൽ സ്പ്ലിറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് അറേഞ്ച്മെൻറ്റ് വന്നത്. അപ്പോൾ അത് നമുക്ക് റീസൈസ് ചെയ്യാവുന്നതുകൊണ്ടും സ്ക്രോൾ ചെയ്യാവുന്നതുകൊണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഇത് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് ആണ്. ഇവിടെ നമ്മൾ മുകളിൽ ഇൻബോക്സും താഴെയാണ് മെയിൽ കണ്ടൻറ്റ് നമുക്ക് കാണുക. ഇപ്പോൾ കുറച്ചും കൂടി നല്ലൊരു അറേഞ്ച്മെൻറ്റ് വെർട്ടിക്കൽ സ്പ്ലിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി വെർട്ടിക്കൽ സ്പ്ലിറ്റ് പരിചയപ്പെടാം. വെർട്ടിക്കൽ സ്പ്ലിറ്റിൽ തന്നെ വേറൊരു സ്പേസ് കൂടുതൽ കിട്ടാനുള്ള മാർഗം കൂടിയുണ്ട്. ഈ ഇടതുവശത്ത് മുകളിലുള്ള 3 ലൈൻ മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു ഡൈനാമിക് ഓപ്പണിംഗ് ബോക്സ് ആയിട്ട് മാറും. അപ്പോൾ ആ ഏരിയ കൂടി നമുക്ക് ഈ ഇൻബോക്സ് കണ്ടൻറ്റിനും മെയിൽ കണ്ടൻറ്റിനുമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ റീഡിംഗ് പെയിൻ എന്ന ഓപ്ഷനൊക്കെ താഴെ റൈറ്റ് ഓഫ് ഇൻബോക്സ്, ബിലോ ഓഫ് ഇൻബോക്സ് എവിടെയാണ് മെയിൽ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കാണാം. അതുപോലെ തന്നെ ഏറ്റവും താഴെ കോൺവെർസേഷൻ വ്യൂ, നമ്മൾ ഒരേ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിലുകൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അത് ഓൾറെഡി എനേബിൾഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്തത്. അപ്പം നമുക്ക് ഒരു മെയിലിന് റിപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഈ മെയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മെയിലുകൾ ഭയങ്കര റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾറെഡി വായിച്ച മെയിലുകൾ റിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ആർക്കൈവ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ മറ്റ് ഫോൾഡറുകളിലേക്കോ ലേബലുകളിലേക്കോ മൂവ് ചെയ്യുന്നതിനും ലേബൽ ചെയ്യുന്നതിനും ഒക്കെയുള്ള സംവിധാനം അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും മെയിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം അവിടെ നമുക്കില്ല. ഇപ്രകാരം നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും. വീണ്ടും നമ്മൾ ആ സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അല്പം കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് എല്ലാ മെയിലുകളും വരുന്നതാണ്. ഡീഫോൾട്ട് ഓപ്പൺ ചെയ്താൽ ഏതൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ്സ്, ആ അറ്റാച്ച്മെൻറ്റ് ഫയലുകളും പേരുകളും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കോമ്പാക്റ്റ് വ്യൂ ആണെങ്കിൽ വളരെ അടുത്തായിരിക്കും ഈ മെയിലുകളെല്ലാം ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കും. സി ഓൾ സെറ്റിങ്സിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോ സിഗ്നേച്ചേഴ്സ് എന്നാണ് ഇപ്പം കാണിക്കുന്നത്. അതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ആ സിഗ്നേച്ചറിനൊരു പേര്, ഇത് സിഗ്നേച്ചർ അല്ല, സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു പേരാണ്. ഞാനതിന് ഒഫീഷ്യൽ എന്ന പേര് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ വേർഡ് എഡിറ്റർ പോലെയുള്ള ഒരു എഡിറ്റർ ഭാഗം അവിടെ കിട്ടും. അവിടെ ഞാൻ എൻ്റെ പേരും അല്ലെങ്കിൽ ഒഫീഷ്യൽ മെയിലുകളുടെ അടിയിൽ എന്താണ് ഞാൻ സാധാരണ കൊടുക്കുന്നത് ആ കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒഫീഷ്യൽ മെയിൽ ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഡെസിഗ്നേഷൻ, അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അഡ്രസ്സൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണാം. ഫോണ്ട് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. അതുപോലെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ ലാർജ് ആക്കാം. ഫോണ്ട് സ്റ്റൈൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഫേസ്ബുക്ക് ലിങ്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്കുകൾ കൊടുക്കുക. അതിനുവേണ്ടി ആ ലിങ്ക് ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് പിക്ചർ, നമുക്ക് ചെറിയൊരു പിക്ചർ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ചെറിയൊരു ഗ്രാഫിക്കൽ ഇമേജ് നമുക്കവിടെ കൊടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഡീഫോൾട്ട് സിഗ്നേച്ചറായിട്ട് ഏതാണ് സെറ്റ് ചെയ്യേണ്ടത്, പുതിയ മെയിൽ അയക്കുമ്പോൾ ഫോർ ന്യൂ ഇമെയിൽ ഞാൻ ഈ സിഗ്നേച്ചർ യൂസ് ചെയ്യുകയാണ്. റിപ്ലൈ മെയിലുകളിൽ സിഗ്നേച്ചർ തൽക്കാലം ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ചെയ്യുക.
അതുപോലെ ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചേഞ്ചസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യവും കൂടി, വെക്കേഷൻ റെസ്പോണ്ടർ. നമ്മൾ മെയിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിൽ നമുക്ക് ആ ഡേറ്റിൻ്റെ പരിധി, സ്റ്റാർട്ട് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും തീരുമാനിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരു വെക്കേഷൻ, ഇപ്പോൾ ഐ ആം ഓൺ വെക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വളരെ ബ്രീഫായിട്ടുള്ള ഒരു മെസ്സേജ്, ഹായ്, താങ്ക്സ് ഫോർ യുവർ മെയിൽ, ഐ ആം ഓൺ എ വെക്കേഷൻ, ഐ വിൽ റെസ്പോണ്ട് ടു യുവർ മെയിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക. നമ്മൾ സേവ് ചേഞ്ചസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെക്ക് ബോക്സും കൂടിയുണ്ട്, ഓൺലി സെൻഡ് എ റെസ്പോൺസ് ടു പീപ്പിൾ ഇൻ മൈ കോൺടാക്ട്സ്. നമ്മുടെ കോൺടാക്റ്റിൽപ്പെട്ടവർ മാത്രം അയക്കുന്ന മെയിലിന് ഈ വെക്കേഷൻ റെസ്പോണ്ടർ മതി. അതായത് പുതിയൊരു മെയിലിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്കേഷൻ എന്ന് അവരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് താഴെ കൊടുത്തിരിക്കുന്ന ചെക്ക് ബോക്സ്, ഓൺലി സെൻഡ് എ റെസ്പോൺസ് ടു പീപ്പിൾ ഇൻ മൈ കോൺടാക്ട്സ്. നമ്മുടെ കോൺടാക്റ്റിൽപ്പെട്ടവരയക്കുമ്പോൾ മാത്രം നമ്മൾ ഈ വെക്കേഷൻ റെസ്പോണ്ടർ മെയിൽ തിരിച്ച് വരുള്ളൂ. അപ്പോൾ അത് എനേബിൾ ചെയ്താലും വളരെ ഉപകാരമായിരിക്കും. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക. നമ്മൾ കമ്പോസ് ചെയ്ത് നോക്കുവാണ്. കണ്ടോ, സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആർക്കെങ്കിലും മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ സിഗ്നേച്ചർ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ജിമെയിലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. കാരണം നമ്മളുടെ ഇമെയിൽ ഉപയോഗിക്കുമ്പോഴുള്ള സമയത്തിൽ വളരെയധികം ലാഭിക്കുവാൻ നമുക്കിത് കഴിയും. ഇതുപോലെ തന്നെ ഇതിൻ്റെ 2 അഡ്വാൻസ്ഡ് ഫീച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, ഷെയർ ചെയ്യുക. അതുപോലെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സഹകരിച്ചിട്ടുണ്ട്. വളരെയധികം സബ്സ്ക്രിപ്ഷൻ കൂടിയിട്ടുണ്ട്, ലൈക്ക് കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് ഗുഡ് ബൈ.